നിങ്ങളുടെ കച്ചവടം എങ്ങനെ കച്ചവടമൊക്കെ മോശേനി മോനെ. പക്ഷെ എപ്പുണ്ടല്ലോ സുരേഷ് ചേട്ടൻ നമ്മളെ പഠിച്ചോനാ. നമ്മളെ കച്ചവടം ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയത്ത് സുരേഷ് ചേട്ടൻ വന്നോടെ കച്ചവടം സാറായി. അല്ല സുരേഷ് ചേട്ടൻ എങ്ങനെ നിങ്ങളുടെ കച്ചവടം രക്ഷപ്പെടുന്നു? സുരേഷ് ചേട്ടന്റെ ഡയലോഗ് അടിച്ചിട്ടാണല്ലോ ഇപ്പൊ കച്ചവടം. അതങ്ങനെയാണ് സുരേഷ്. ഇപ്പൊ നമ്മള് മീമിക്കാനാണ് ചെന്നാൽ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ. പെണ്ണുങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ഗ്ലാസ് എടുത്തോണ്ട് വെക്കും. എന്നിട്ട് ഞാൻ ഓർമ്മയുണ്ടോ ഈ കൊട്ട എന്നൊരു ചോദ്യ. അപ്പൊ ഓരിങ്ങനെ മീച്ചു നിൽക്കും. ഓർമ്മ കാണില്ല അല്ലേ, ഒരുപാട് കൊട്ടകൾ കയറി ഇറങ്ങി പോയതാണല്ലോ എന്നൊക്കെ പറയും. 10-21 കൊല്ലം മുമ്പോട്ട് ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോ ആ പിടുത്തം കിട്ടി ഭയം മീൻകാരൻ എന്ന് പറഞ്ഞു ഓരോങ്ങോട്ട് വരും. പിന്നെ ഉസാറ് കച്ചവടാണ്. ഡയലോഗ് വെച്ചിട്ടാ. പിന്നെ ഇപ്പൊ ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കാവല് സിനിമ. അത് ഇറങ്ങിയതിന് ശേഷം ആ ഡയലോഗ് വെച്ചിട്ടും കച്ചവടം ചെയ്ത്. അതെങ്ങനെ? അതിലൊരു ഡയലോഗ് ഇല്ലേ? എന്ത് ഡയലോഗ്? മനസ്സിലായി. ചാരമാണെന്ന് കരുതി ചെകയല്ലേ അതൊക്കെ ചെന്നിട്ട് ഇങ്ങനെ വരെ ചില ചേച്ചിമാരുണ്ടല്ലോ ചാള ചെകയാൻ വരുമല്ലോ നമ്മൾ കൊട്ടയ്ക്കകത്ത്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ചാളയാണെന്ന് കരുതി ചെകയല്ല കൈ നാറും അങ്ങനത്തെ ഡയലോഗ് അടിച്ചാലോ? അല്ലെ ശരിക്കും കച്ചവടം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഡയലോഗ് ഏതാ? കച്ചവടം ഏറ്റവും കിട്ടുന്നത് ലേലം സിനിമയിലെ ഡയലോഗ് അടിച്ചിട്ടാ. ലേലത്തിലെ സുരേഷ് ചേട്ടന്റെ ഡയലോഗ് ഒക്കെ അതെ നമുക്ക് വിവര വിദ്യാഭ്യാസം ഇല്ലല്ലോ. സുരേഷ് ചേട്ടൻ ഭയങ്കര ഇംഗ്ലീഷ് ആണല്ലോ. അപ്പൊ നമ്മളതൊക്കെ എഴുതിയെടുത്തോളൂ. ഇവളാണ് സഹായിച്ചു തരാ. അത് എഴുതിയെടുത്തിട്ട് പിന്നെ ഇത് വെച്ചിട്ടാണ് കാഴ്ച. അപ്പൊ വണ്ടി കൊണ്ട് അങ്ങനെ നിർത്തിയിട്ട് ഓരോ മീനും കണ്ട് എടുക്കും. മീനിങ്ങനെ എടുത്തിട്ട് ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി ചാള. പിന്നെ അപ്കമിങ് ടെറർ കടയാടി ചെമ്പല്ലി. The cruel cold blooded കുന്നേൽ അയല. The aging but iceless fish കുന്നമ്മേൽ ഉണക്കച്ചൂര. ഇതൊക്കെ വെച്ചാണ്ട് കാച്ചാണ്ടല്ലോ പിന്നെ പെണ്ണുങ്ങൾ കൊട്ടേനെടുത്ത് മാറൂല. എന്തൊക്കെ ഐഡിയ ആയിട്ടല്ലേ? അല്ല ഞാൻ പറയണ ആരെങ്കിലും ഇപ്പൊ ഇത് വാങ്ങണോ കടം പറയാറുണ്ടോ ആൾക്കാർ? കടം പറയാറുണ്ട്. കടം പറയാണെങ്കിൽ ഇക്കടെ സ്വഭാവം അങ്ങ് മാറും കേട്ടോ. അപ്പൊ ഇക്ക ഒരു വലിയൊരു ഡയലോഗ് അങ്ങ് അടിക്കും. സുരേഷന്റെ പഴയ ഡയലോഗ് കണ്ടതാ ഇങ്ങനെ വെച്ചിട്ടേ കടം കൊടുത്ത് തന്നില്ലെങ്കിലേ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് ചോദിച്ചു ഞാൻ വരും. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല അല്ലേ? 2 വർഷം മുമ്പുള്ള ഒരു കണക്കാണ്. അന്ന് എന്റെ കയ്യിൽ നിന്ന് 1 കിലോ മത്തി വാങ്ങി ചട്ടിയിലിട്ട് എന്നോട് പറഞ്ഞു 500 രൂപയുള്ളൂ, ചേഞ്ച് ഇല്ല ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നീട് എന്റെ കയ്യിൽ നിന്ന് 2 കിലോ അയില വാങ്ങിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ചേഞ്ച് ഇല്ല ചേട്ടാ എന്ന്. അങ്ങനെ അയിലയും മത്തിയും ചെമ്മീനും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന ഭോജനം നടത്തി. ഇനി ഈ ചില്ലറ പൈസയുടെ പേരും പറഞ്ഞിട്ടാണ് എന്റെ നേരെ വരുന്നതെങ്കിൽ എന്റെ പൊന്നാര മോനെ അടിവയറ്റില് കത്തി കുത്തിയിട്ടേ ചാള കീറി പോലെ കീറി കളയുന്നു.